ഇങ്ങനെ വീട്ടിലെ മാലിന്യത്തിൽ നിന്ന് ഗ്യാസ് ലൈഫ് ടൈം കിട്ടിക്കൊണ്ടിരുന്നാൽ എങ്ങനെയായിരിക്കും? LPG സിലിണ്ടർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പാചകവാതകം ക്രമീകരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ബയോമെക് 10 ആണ് ചെയ്യുന്നത്. 2.5 കിലോ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് ലഭിക്കുന്നത്. ഇത് വളരെ കോമ്പാക്റ്റ് ആൻഡ് പോർട്ടബിൾ മോഡലാണ്. ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റാവുന്നൊരു സിസ്റ്റമാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ ചെളിയുള്ള സ്ഥലങ്ങൾ അതുപോലെ പൂഴിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മളോടത് വിവരം നൽകേണ്ടത് കസ്റ്റമർ ഉത്തരവാദിത്തമാണ്. പ്ലാന്റ് വെച്ചതിന് ശേഷം ലോഡ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലാന്റ് ചെരിയാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു മതിലിൻ്റെ സൈഡിലൊക്കെയാണ് ഇങ്ങനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലാന്റ് മതിലുമേക്ക് ലോഡാവുകയും പ്ലാന്റ് ഡാമേജ് വരാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് പ്രത്യേകം കസ്റ്റമർ തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയണം. കാരണം നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് പൊക്കി മാറ്റാൻ എളുപ്പമല്ല. അത് ടാങ്ക് പൊട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വഴിതെളിക്കും. അതുകൊണ്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വിവരണം നമുക്ക് തരണം. നമ്മൾ ചോദിക്കും, മണ്ണ് ഇങ്ങനത്തെ മണ്ണാണോ അതോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മണ്ണാണോ? പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാന്റിന് ഡാമേജ് വരും. സ്റ്റൗ ക്ലീനിങ് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്റ്റൗ ഡിസ്മാൻഡിൽ ചെയ്ത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റൗ റിപ്പയർ ഷോപ്പിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സർവീസ് തരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ ചാർജബിൾ ആണ്. നിങ്ങളാണ് സ്റ്റൗ ക്ലീൻ ചെയ്യേണ്ടത്. അഴിച്ച് വെടുപ്പാക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ മെഴുക് പോലെ വന്നിരിക്കുന്നതൊക്കെ സ്റ്റൗവിനെ അത് ബാധിക്കും. കത്തുന്ന പവർ കുറയും. അതേപോലെ തന്നെ തിളച്ചു പോയത് തീർച്ചയായിട്ടും തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഉപയോഗിക്കുക. സ്റ്റൗ കേടായി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റൗ കേടാവുന്നതിൻ്റെ മെയിൻ ഉത്തരവാദികൾ നിങ്ങളാണ്. തിളച്ചു പോയതും അതേപോലെ തന്നെ ബേണേഴ്സ് ക്ലീൻ ചെയ്യാതെയൊക്കെ ആകുമ്പോഴാണ് തുരുമ്പ് വരുന്നത്. ഈ ഗ്യാസ് ഓൾറെഡി തുരുമ്പ് പിടിപ്പിക്കുന്നൊരു ടൈപ്പ് ഗ്യാസാണ്. അതിലുപരി നമ്മളിത് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ബാക്കി ലൈഫ്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ ബയോഗ്യാസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.